ഡോക്ടർ ബിന്ദു സുന്ദരന്റെ ക്രൂരതകൾ വെളിപ്പെടുത്തി യുവതി. സാധാരണ പ്രസവത്തിനിടെ ഡോക്ടറുടെ കൈപ്പിഴയിൽ മലാശയം മുറിഞ്ഞ യുവതി ഇതിനകം വിധേയായത് 5 ശസ്ത്രക്രിയകൾക്കാണ്. വേദന കൊണ്ട് പിടഞ്ഞപ്പോൾ അഹങ്കാരിയെന്ന് വിളിച്ചെന്നും മുറിവിൽ മരുന്ന് വെക്കാൻ ഡോക്ടർ തയ്യാറായത് 2000 രൂപ എണ്ണിക്കൊടുത്തതിനു ശേഷമെന്നും യുവതി. 7 സെന്റിമീറ്റർ നീളത്തിലാണ് കട്ടായേക്കുന്നത്. കുടല് പുറത്തു വെച്ച് മലം വെളിയിൽ കൂടെ പോണ കാരണം താഴെ കൂടെ നനവ് വന്നുകൊണ്ടിരുന്ന ഒന്നും ഈ മുറിവ് ഉണങ്ങൂല എന്ന് പറഞ്ഞ് അതിന്റെ സർജറി ആദ്യം ചെയ്യുന്നു. ഇൻഫെക്ഷനായി ഈ മല അകത്ത് കിടന്ന് അവിടെ ഫുൾ ഇൻഫെക്ഷനായി. ഇതിന്റെ തുടർ ചികിത്സ അന്ന് തന്നെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവൂലായിരുന്നു. അവരിത് പറയാതെ മറച്ചു വെച്ചിരുന്നു. അണുബാധയേറ്റ് പുളഞ്ഞ യുവതിയോട് ഡോക്ടർ ബിന്ദുവിന്റെ മറുപടിയായിരുന്നു ഏറ്റവും ക്രൂരം. വേദന എടുത്ത് ചെന്ന സമയത്ത് എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ അഹങ്കാരിയാണ്, വേദന സഹിക്കില്ല, അവിടുത്തെ ഞാൻ സഹകരിച്ചു കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. ഒടുവിൽ മികച്ച പരിചരണത്തിന് സർക്കാർ ഡോക്ടർ പണം എണ്ണി വാങ്ങി. 2000 രൂപ കൊണ്ട് കൊടുത്തു. ഭർത്താവ് റൂമിൽ കൊണ്ടുപോയി കൊടുത്തതിന് ശേഷമാണ് എനിക്ക് സ്റ്റിച്ച് ഇടാനുള്ള മരുന്ന് വരെ നമുക്ക് തന്നത്. സ്ഥിതി വഷളായപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് കൈ കഴുകി. ഇതുവരെ 5 ശസ്ത്രക്രിയകൾ. ശരീരത്തിന് പുറത്ത് പിടിപ്പിച്ച ബാഗിലൂടെ മലവിസർജനം. മകനെ ഒന്നെടുക്കാൻ പോലും ആകാതെ ഉള്ളുരുകുന്ന അമ്മ. കൊഞ്ചിക്കാനുള്ള അവസ്ഥ മൊത്തവും ഡോക്ടർ പറഞ്ഞ ഇല്ലാതായി. അവന്റെ നൂലുകെട്ട് പോലും എനിക്ക് കാണാൻ പറ്റിയില്ല. തനിക്ക് ദുരിതമുണ്ടായപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും ഒരു കുഞ്ഞുകൂടി അതേ ഡോക്ടറുടെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെടില്ലായിരുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞു നിർത്തിയത്. ഇതുതന്നെയാണ് ആരോഗ്യമന്ത്രിയോടും ആരോഗ്യ വകുപ്പിനോടും പറയാനുള്ളത്. കൃത്യമായ നടപടികൾ കൃത്യമായ സമയത്തുണ്ടായെങ്കിൽ തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കും. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിനിടെ കുഞ്ഞ് മരിച്ച കേസിൽ ഡോക്ടർ ബിന്ദു സുന്ദരന് ഗുരുതര വീഴ്ചയെന്ന് അന്വേഷണ റിപ്പോർട്ട്. സിസേറിയൻ ചെയ്യുന്നതിൽ കാലതാമസമുണ്ടായി. എന്നാൽ വീഴ്ച വ്യക്തമായിട്ടും ഡോക്ടറെ ന്യായീകരിക്കുന്ന ഡോക്ടർമാരുടെ സംഘടന പ്രതിഷേധം കടുപ്പിക്കുമെന്ന് വ്യക്തമാക്കി. പാലോട് സ്വദേശിനി നിരഞ്ജന കൃഷ്ണന്റെ കുഞ്ഞാണ് പ്രസവത്തെ തുടർന്ന് മരിച്ചത്. സിസേറിയൻ വൈകിയെന്നാരോപിച്ച് ബന്ധുക്കൾ വൻ പ്രതിഷേധമുയർത്തിയിരുന്നു. സിസേറിയന് നേരത്തെ തീരുമാനമെടുക്കാമായിരുന്നു എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ പരാമർശം. വാക്കും ഉപയോഗിച്ച ശേഷമാണ് സിസേറിയനിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഇത് ഒഴിവാക്കാമായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലുള്ളത്. കുട്ടിക്ക് വളർച്ച കുറവായിരുന്നുവെന്നും അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കുഞ്ഞു മരിച്ചത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്. അന്വേഷണ വിധേയമായി ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ വീഴ്ച വ്യക്തമായിട്ടും ഡോക്ടറെ പൂർണ്ണമായും ന്യായീകരിക്കുകയാണ് ഡോക്ടർമാരുടെ സംഘടനയായ KGMO. വടാനം മെഡിക്കൽ കോളേജിൽ രോഗിയുടെ വയറ്റിൽ കത്രിക വെച്ച് തുന്നിക്കെട്ടി ഡോക്ടർ ഷാഹിദയ്ക്ക് ഒരു വീഴ്ചയുമില്ലെന്ന് അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. തുന്നലിടുന്നതിന് മുൻപ് ഉപകരണങ്ങളെല്ലാം പുറത്തെടുത്തോ എന്ന് നഴ്സ് ധന്യയോട് ചോദിച്ചെന്നും എടുത്തെന്ന് മറുപടി കിട്ടിയ ശേഷം തുന്നലിട്ടെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്.